തീവ്രവാദ നിലപാടുകളുള്ള പ്രഭാഷണങ്ങൾ നിയന്ത്രിക്കാൻ മസ്ജിദുകൾക്ക് നോട്ടീസ് നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനെ സർക്കാർ 24 മണിക്കൂറിനകം സ്ഥലം മാറ്റി. കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി മുൻകരുതൽ നോട്ടീസ് അയച്ച ഉദ്യോഗസ്ഥനെ ഇസ്ലാമിക പ്രീണനത്തിന്റെ ഭാഗമായി നടപടിയെടുത്തത് സേനയുടെ ആത്മവീര്യം ഇല്ലാതാക്കുമെന്ന് വിമർശനം ഉയരുന്നു. പോലീസിന്റെ നടപടികളുടെ മയിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസറായ ബിജു പ്രകാശ് മയിൽ സ്റ്റേഷൻ പരിധിയിലുള്ള ജുമാ മസ്ജിദ് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയത് പ്രവാചകൻ നിന്ന് നടന്നതായി പറയുന്ന സംഭവത്തിനോടനുബന്ധിച്ച് രാജ്യത്ത് നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ താങ്കളുടെ കമ്മിറ്റിയുടെ കീഴിലുള്ള പള്ളികളിൽ നടത്തിവരുന്നതായ മതപ്രഭാഷണത്തിൽ നിലവിലുള്ള സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നതോ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ളതായ പ്രഭാഷണങ്ങൾ നടത്താൻ പാടില്ലാത്തത് എന്നാണ് നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. അങ്ങനെ സംഭവിച്ചതായി വിവരം ലഭിക്കുന്ന പക്ഷം ബന്ധപ്പെട്ട വ്യക്തികളുടെ പേരിൽ ഉചിതമായ നടപടിയെടുക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. നോട്ടീസിന് പുറകെ വിവിധ മുസ്ലിം സംഘടനകളും നേതാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. പരാതി ഉയർന്ന ഉടനെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നടപടിയെ തള്ളി പറഞ്ഞുകൊണ്ടും ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ടുമുള്ള വാർത്താക്കുറിപ്പ് പുറത്തുവിടുകയായിരുന്നു. അനവസരത്തിലുള്ളതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാഴ്ചപ്പാടിന് വിരുദ്ധവുമാണ് മയിൽ SHOയുടെ നടപടിയെന്നും അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റിയതായും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. സർക്കുലർ ഇറക്കിയത് വീഴ്ചയാണെന്ന് SHO ഔദ്യോഗികമായി വ്യക്തമാക്കിയെങ്കിലും ആരാധനാലയങ്ങൾക്ക് പ്രത്യേക സന്ദർഭങ്ങളിൽ നോട്ടീസ് നൽകുന്നത് സ്വാഭാവികമാണ് എന്നാണ് സേനയിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത്തരത്തിൽ വോട്ട് ബാങ്ക് പ്രീണനത്തിനായി സത്യസന്ധമായി ജോലി ചെയ്ത ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തത് സേനയുടെ ആത്മവീര്യം നഷ്ടപ്പെടുത്തുമെന്നാണ് ഇവരുടെ വിലയിരുത്തൽ. ഷെയ്ഖിന ന്യൂസ്, കണ്ണൂർ.